ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 ഡിഫറെൻറ്റ് ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റാഗി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള സ്മൂത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് ഹൈ ഫൈബറും കാൽസ്യവും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള, അതുപോലെ ഷുഗർ ഉള്ളവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്മൂത്തി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ സ്മൂത്തി നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്മൂത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കയ്യിൽ ചിയാ സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കസ്കസ് എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് കുതിർത്തിയെടുക്കണതാണ് ഏറ്റവും നല്ലത്. ഈ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് കുതിർത്തിയെടുക്കാം. ഇതുപോലെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും ആയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു വെള്ളം നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഇനി റാഗി പൊടി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മുഴുവനായിട്ടുള്ള റാഗിയാണെന്നുണ്ടെങ്കിൽ കുതിർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത്രയും മതിയാകും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു മിക്സ് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി കൈവെക്കാതെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് കട്ടിയായിട്ടൊന്ന് കുറുകിയിട്ട് വരട്ടെ. റാഗി നല്ല പോലെ തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തിക്കാക്കി എടുക്കണ്ട. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിക്കാക്കി എടുക്കാനായിട്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാകുക. ഇനി തണുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ കട്ടിയായിട്ട് വരും. ഇനി തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാകുക. അധികം കട്ടിയായിട്ട് പോകരുത്. ഈ ഒരു ലൂസിൽ വേണം കിട്ടാനായിട്ട്. ഇത് മൊത്തത്തിൽ മിക്സിന് ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ചെറുപഴം എടുത്തിട്ടുണ്ട്. ഏറ്റവും ടേസ്റ്റ് ഇതുപോലെ ഞാലിപ്പൂവനും അതുപോലെ ചെറുപഴമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. നിങ്ങൾക്ക് ഒത്തിരി വെയിറ്റ് കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് റോബസ്റ്റ പഴം വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ചെറുതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8ഓ 10ഓ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 5 രൂപൻ്റെ ഹോർലിക്സിൻ്റെ പാക്കറ്റ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. അതും കൂടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹോർലിക്സ് വെച്ചിട്ട് ചെയ്തെടുക്കണ്ട. ഹോർലിക്സ് ഇല്ലാതെ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു 6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുരു കളഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓവറായിട്ട് മധുരം വേണ്ട. അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം ചേർത്ത് കൊടുക്കണ്ട. 1ഓ 2ഓ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് നല്ല പോലെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒത്തിരി പാൽ ചേർക്കണ്ട. ഒന്ന് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ല. നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ഇനി അടിച്ചെടുത്ത മിക്സിലേക്ക് ബാക്കിയുള്ള ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ട് ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അഥവാ 500 ml പാല് വെച്ചിട്ടാണ് ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും അളവിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതിയാകും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് മിക്സ് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു സ്മൂത്തി ഉണ്ടാകുക. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്തുള്ള ഒരു പാലിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ഒരു ചിയാ സീഡ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ടൈഗറിൻ്റെ ബദാം മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3ഓ 4ഓ ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് പോകണ്ട. നല്ല ടേസ്റ്റാണ്. ഇത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഉണ്ടെങ്കിൽ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവുന്നേ ഉള്ളൂ. ഒരു 3 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്.
നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫ്ലേവർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതില്ലാതെയും കുടിക്കാൻ അടിപൊളിയാണ്. ഇനി ഒത്തിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളപോലെ ഈ ഒരു ബദാം മിക്സ് ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കണതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് അധികം ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സോ ഫ്രൂട്ട്സോ കട്ട് ചെയ്ത് ഒക്കെ ചേർത്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് ഉണ്ടാക്കുക. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടിയിട്ടെടുത്താൽ മതിയാകും. ഇല്ല കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പാലിൻ്റെ അളവൊന്ന് കൂട്ടിയെടുക്കാം. ഇതുപോലത്തെ 4 ഗ്ലാസ്സിനുള്ള അളവാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ രണ്ടാമത്തെ സ്മൂത്തി ഇതാ ഒരുപാട് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഷുഗർ കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള സ്മൂത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിയാ സീഡ് ഒന്ന് കുതിർത്തിയെടുക്കാം. അതിനായിട്ട് ഇതൊരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിയാ സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം കസ്കസ് എടുത്താലും മതിയാകും. പക്ഷെ ഒന്നും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത് ചിയാ സീഡിനാണ്. വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചിയാ സീഡ് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ഏറ്റവും നല്ലതാണ്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഗ്ലാസ്സിലൊന്ന് അളന്നെടുത്താലും മതിയാകും. തീ ഓൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റാഗിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനായിട്ട് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള റാഗിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സിയിൽ അരച്ചെടുത്താലും മതിയാകും. ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് ഈ ഒരു ചൂടായിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്തെടുക്കുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് കൈവെക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 5 അല്ലെങ്കിൽ 6 ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി കട്ടിയായിട്ടുമല്ല ഒത്തിരി ലൂസായിട്ടുമല്ല. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അധിക സമയം എടുക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുകയും ചെയ്യും. ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു വലിയ റോബസ്റ്റയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെയിറ്റ് കുറയാനായിട്ട് ഏറ്റവും നല്ലത് റോബസ്റ്റ പഴം എടുക്കണതാണ്. എനിക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷെ ഒന്നും കൂടെ നല്ലത് ഇത് എടുക്കണതാണ്. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു 1.25 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. മൊത്തത്തിൽ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും അളവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് സ്മൂത്തി മതി എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാല് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതിയാകും. ഇനി അടിച്ചെടുത്ത മിക്സ് മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാകുക. നിങ്ങൾ പാലിൻ്റെ അളവ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് കുതിർത്തിയെടുത്തുള്ള ഒരു ചിയാ സീഡ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ടാക്കിയതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം കാൽസ്യവും സിങ്കും മഗ്നീഷ്യവും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടൻറ്റും കാർബോഹൈഡ്രേറ്റും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ സ്മൂത്തി ഹൈലി ന്യൂട്രീഷ്യസും അതുപോലെ റിച്ച് ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്മൂത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം.
അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ചിയാ സീഡ് ഇല്ലെങ്കിൽ കസ്കസ് എടുത്താലും മതിയാകും. പക്ഷെ ഒന്നും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത് ചിയാ സീഡിനാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് വരട്ടെ. അപ്പോൾ അതിനായിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഇനി കപ്പില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഗ്ലാസ്സിലൊന്ന് അളന്നെടുത്താലും മതിയാകും. ഈ ഒരു വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ റാഗിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗി എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ മിക്സാക്കിയിട്ട് എടുക്കാം. ഇതിവിടെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുക്കാം. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുറുക്കിയെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് റോ ടേസ്റ്റ് മാറിയിട്ട് വരില്ല. ഇതിവിടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്നെസ് മതി. ഒത്തിരി തിക്കാക്കി എടുക്കേണ്ടത് ഈ ഒരു ലൂസ് ഉണ്ടായിക്കോട്ടെ. ഇനി അത് തണുത്തിട്ട് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാവട്ടോ ഉണ്ടാക്കുക. ഇനി ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ആപ്പിൾ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 7 or 8 അണ്ടിപ്പരിപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുരു കളഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാൻ നിങ്ങൾ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർത്തിയിട്ട് ചേർത്തെടുക്കണതാണ് നല്ലത്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 3 ഏലക്കായൻ്റെ കുരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരു മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കണതാണ് നല്ലത്. നല്ല രീതിയിൽ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാക്കിയുള്ള ഒരു 1/4 കപ്പ് പാലുണ്ടല്ലോ, അതും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൊത്തത്തിൽ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള ഒരു പാൽ മൊത്തത്തിൽ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതൊരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ ഇതിന് ഉണ്ടാകുക. എനിക്ക് നല്ല കട്ടി നല്ല സ്മൂത്തി ആയിട്ട് നല്ല തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് ഒന്ന് കുറച്ചിട്ടെടുത്താൽ മതിയാകും. ഒരു കപ്പ് പാൽ മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി കുതിർത്തിയെടുത്തുള്ള ആ ഒരു ചിയാ സീഡ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ ബദാം മിക്സ് ഉണ്ടല്ലോ, അതിന്നൊരു 4 ഡ്രോപ്സ് ചേർക്കണുണ്ട്. ഒട്ടും നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലാതെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. ഇനി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടും പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. 4ാമത്തെ സ്മൂത്തി സ്കിന്നിനും ഹെയറിനും ഒക്കെ പറ്റിയിട്ടുള്ള ധാരാളം ഫൈബറും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള, അതുപോലെ ഷുഗറുള്ളവർക്കും കുട്ടികൾക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്മൂത്തി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം.
അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിയാ സീഡ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതിനായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്താലും മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുതിർത്തിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും കുതിർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ തടി കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി നല്ലതാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുതിരാനായിട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം അതിന് വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് നോർമലായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗിയാണെന്നുണ്ടെങ്കിൽ മിക്സിന് ജാറിലിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതായി ഒരു രീതിയിൽ. ഇനി ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കുത്തുകയും ചെയ്യും. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ടിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ഈത്തപ്പഴം ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞെടുത്തതിന് ശേഷം വേണം കട്ടാക്കി എടുക്കാനായിട്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടിയിട്ടെടുത്താൽ മതിയാകും. ഇനി ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണ്ട. 1-2 മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നല്ല പോലെ ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഇത്രയും മതിയാകും. നല്ല പോലെ തിക്കായിട്ട് റാഗിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി കട്ടിയാക്കി എടുക്കേണ്ട. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ കട്ടിയായിട്ട് വരും. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിക്കായിട്ടാകും ഉണ്ടാകുക. ഇനി ഇത് മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിന് ജാർ എടുക്കുക. ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഇവിടെ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുത്താലും മതിയാകും. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 7 ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇല്ലെങ്കിൽ ഏത് നട്ട്സ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് നല്ല പോലെ വേവിച്ചെടുത്തതും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയണ വരെ തന്നെ വേവിച്ചെടുക്കണം. കൂടെ തന്നെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയും കൂടെ വേവിച്ചെടുക്കുക. രണ്ടും കൂടെ തൊലിക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് വേവിച്ചെടുത്തുള്ളതാണ്. അതും കൂടെ മിക്സിന് ജാറിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു 1/4 കപ്പ് പാലും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്രയും അധികം പാൽ ചേർത്ത് കൊടുക്കണ്ട. 1 കപ്പ് പാൽ മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു 4 ഗ്ലാസ്സിലേക്കുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് ഇത്രയും തിക്കായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കട്ടിയിലാണ് വേണ്ടുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഒരു പാലിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് അടിച്ചെടുത്താൽ മതിയാകും. ഇതിലേക്ക് നേരത്തെ കുതിരായിട്ട് വെച്ചിട്ടുള്ള ഒരു ചിയാ സീഡ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നട്ട്സോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് മധുരത്തിനൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികളടക്കം ഇതിങ്ങനെ കുടിക്കും. പിന്നെ വളരെ അധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് റാഗി. ഷുഗർ, BP, അമിതവണ്ണം ഒക്കെ കുറക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രക്തക്കുറവിനും ഒരുപാട് സഹായിക്കും. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ബീട്രൂട്ട് ബ്ലഡ് ഉണ്ടാകാനും അതുപോലെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. ഈത്തപ്പഴം ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും BP നോർമൽ ആകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്.
അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്